പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ ആനകളെ തളച്ചു. ശീവേലിക്ക് എഴുന്നള്ളിച്ച ആനകളാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്ത് നിന്ന മറ്റൊരു ആനയുടെ പിന്നിൽ കുത്തുകയായിരുന്നു. കീഴ്ശാന്തിമാരടക്കം 7 പേർക്ക് പരിക്കേറ്റിരുന്നു. ആന വരുന്നത് കണ്ട് ഭയന്നോടിയവർക്കായിരുന്നു പരിക്കേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, സ്ഥിതിഗതികൾ ശാന്തമായി എന്നറിയാൻ സാധിക്കുന്നു. ഒപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിഷ്ണു, നിസാര പരിക്കാണ് ഉള്ളത്. 7 പേർക്കാണ് പരിക്കേറ്റത്. 2 കീഴ്ശാന്തിമാർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. കച്ചവടത്തിനെത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് പരിക്കേറ്റവര്. ഇവർക്ക് നിസാര പരിക്കാണുള്ളത്. ഇന്ന് ക്ഷേത്രം ശീവേലി നടക്കുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. 2 ആനകളെയാണ് ശീവേലിക്ക് എഴുന്നള്ളിച്ചത്. ഇതിൽ വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന ജയരാജ് എന്ന ആനയുടെ പിന്നിൽ ഇടഞ്ഞ വേണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന കുത്തി. ഇതോടെ ആനകൾ രണ്ടും ക്ഷേത്ര പരിസരത്ത് ഇടഞ്ഞോടുകയായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്കാണ് ഈ ആനകൾ ഓടിയത്. ഇതോടെ ആളുകളും പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. ആനയ്ക്ക് മുകളിൽ 2 കീഴ്ശാന്തിമാരും ഉണ്ടായിരുന്നു. ഈ ഇടഞ്ഞ ആനയുടെ മുകളിൽ ഈ കീഴ്ശാന്തിമാരെയുമായിട്ടാണ് ഈ 2 ആനകൾ ഓടിയത്. പിന്നീട് പരിക്കേറ്റ 7 പേര് പരിക്കേറ്റ് നിസാര പരിക്കാണുള്ളത്. ക്ഷേത്ര പരിസരത്തിന് കച്ചവടത്തിന് എത്തിയ ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ മറിഞ്ഞു വീണ പരിക്കേറ്റു. അല്പസമയം മുമ്പ് 2 ആനകളെയും തളച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഗേറ്റിന് പുറത്തേക്ക് ആളുകളെ മുഴുവൻ മാറ്റി സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ തന്നെ ശാന്തമാക്കുകയായിരുന്നു. ഇപ്പോൾ 2 ആനകളും തളയ്ക്കപ്പെട്ടതോടുകൂടി തന്നെ സ്ഥിതികളെല്ലാം ശാന്തമായിട്ടുണ്ട്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.